ഋഷി എന്നെ കാണും, എന്റെ വേദന അറിയുമെന്നാണ്. അതുകൊണ്ടാണ് മൊഹീദ്ദീൻ ഷേഖ് പറഞ്ഞതുണ്ട്, നിന്റെ ഹൃദയത്തിൽ നീ കൊടിയ ശിർക്ക് വെച്ചിട്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 വട്ടം നീ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ ഹൃദയത്തെ നീ നിത്യമായ ഒരു പള്ളി പോലെ ആക്കിക്കോ. എന്താ പള്ളിക്കുള്ള പ്രത്യേകത? ഖുർആൻ 72-ാം അധ്യായം സൂറത്ത് ജിന്ന് 18-ാമത്തെ ആയത്ത് മഹാനവറുകൾ കിതാബിൽ എടുത്തു കൊടുക്കുകയാണ്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദൂ മഅല്ലാഹി അഹദാ, നിശ്ചയം പള്ളികൾ അല്ലാഹുവിന്റെ ഭവനമാകുന്നു, അല്ലാഹുവിന്റെ വീടാകുന്നു. അതുകൊണ്ട് ആ പള്ളിയിൽ നിങ്ങൾ അല്ലാഹുവോടൊപ്പം മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കല്ല. കറകളഞ്ഞ തൗഹീദ് പഠിപ്പിച്ച ശൈഖ് ജീലാനിയെ തന്നെ എത്രയോ സമസ്ത പള്ളികളിൽ വിളിച്ചു തേടുകയാണ്. ലബ്ബാദാരിമി ഉസ്താദ് ഇവിടെ വ്യക്തമായി കൊണ്ട് ഇസ്തിഹാസ പറഞ്ഞപ്പോൾ ഉദ്ധരിച്ചില്ലേ സഹോദരങ്ങള്? എന്താണ്? എന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുന്ന മൊയ്തീൻ ഷേഖ്, അങ്ങയുടെ സ്വലാത്തിൽ ഞങ്ങളെ അംഗമാക്കള്, അങ്ങ് ഞങ്ങൾക്ക് ഹിദായത്ത് പച്ചയായി റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യങ്ങള് ഈ മഹാത്മാക്കളോട് ചോദിക്കുകയല്ലേ? സൂറത്ത് അഹ്ഖാഫ് 5-6 ആയത്തിൽ പറഞ്ഞത് ഈ മുസ്ലിയാക്കന്മാര് മറച്ചു വെച്ചില്ലേ? ഈ ഉമ്മത്ത് കേൾക്കാതെ പോയില്ലേ? അല്ലാഹു തആല പറയുകയാണ്, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശറ الناس قالوا لهم ماذا وكانوا بعبادتهم كافرين. അന്ത്യം എന്താ പറയുന്നത്? അന്ത്യനാള് വരെ വിളിച്ചാലും ഉത്തരം കിട്ടാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ വഴികെട്ടവൻ മറ്റാരാണുള്ളത്? അപ്പൊ ഏറ്റവും വലിയ വഴിപിഴച്ചവനാരാ? കള്ളുകുടിയനല്ല, വ്യഭിചാരിയല്ല, ഷീട്ട് കളിച്ച് പണം നഷ്ടപ്പെടുത്തിയവനല്ല, കൊലപാതകിയല്ല. മറിച്ച് ഏറ്റവും വലിയ ആളാരാണ്? ദുഷ്ടനാരാണ്? ഏറ്റവും വലിയ വഴികേടിലായവനാരാണ്? അല്ലാഹു തആലക്ക് പുറമെ ഒരു ഉപകാരോപദ്രവം ചെയ്യാത്ത ഈ മഹാത്മാക്കളെ വിളിച്ചു തേടുന്ന ആളുകൾ മാത്രമല്ല, ഇവരുടെ ഈ ദുആനെ സംബന്ധിച്ച് പരലോകത്ത് വരുമ്പോൾ ഈ മഹാത്മാക്കൾ എതിർക്കുന്നതാണ്. ഈസ നബി പറയും ഞാൻ പഠിപ്പിച്ചിട്ടില്ല, അതുപോലെ റസൂൽ പറയും ഞാൻ പഠിപ്പിച്ചിട്ടില്ല, അതുപോലെ ബദരീങ്ങൾ പറയും ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഷെയ്ഖ് ജീലാനി, റിഫായി പോലെയുള്ള സ്വാലിഹീങ്ങളൊക്കെ പറയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്ര മാരകമായ ശിർക്ക് ഇവിടെ പച്ചയായി സമുദായത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇബാദത്തിനെ പോലും 2 രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നു മുസ്ലിയാക്കന്മാർ. 9 സുലൈമാൻ സഖാഫി മാളിയേക്കൽ എന്ന മുസ്ലിയാർ പറയാണെന്ത്? സുജൂദിൽ 2 രൂപമുണ്ട്, 2 വിധമുണ്ട്. ഒന്ന് ഇബാദത്തിന്റെ പരിധിയിലുള്ള സുജൂദ്, മറ്റൊന്ന് ഇബാദത്തിന്റെ പരിധിയിൽ പെടാത്ത സുജൂദ്. ഇതുപോലെ പ്രാർത്ഥനയിൽ എന്താ 2 ഉണ്ടാക്കിയാൽ ഒന്ന് ഇബാദത്തിന്റെ പരിധിയിൽപ്പെടുന്ന പ്രാർത്ഥന, മറ്റൊന്ന് ഇബാദത്തിന്റെ പരിധിയിൽപ്പെടാത്ത പ്രാർത്ഥന. മൂരി പിഞ്ഞാണക്കടയിൽ കയറിയ പോലെ ഇജ്തിഹാദ് ചെയ്ത് ചവിട്ടിപ്പൊളിച്ച് അഹ്ലുസുന്നത്തിനെ വികൃതമാക്കാൻ ശ്രമിക്കുന്ന ഈ മുസ്ലിയാക്കന്മാരുടെ വികലമായ ഫത്വ നിങ്ങൾ കേട്ടോ. അപ്പൊ സുജൂദിന്റെ കൂട്ടത്തിൽ 2 ഉണ്ട്. ഒന്ന് ആരാധനാ സ്വഭാവമുള്ള സുജൂദ്, മറ്റൊന്ന് ആരാധനാ സ്വഭാവം ഇല്ലാത്ത സുജൂദ്. ആരാധനാ സ്വഭാവമുള്ള സുജൂദ് ചെയ്താൽ അത് ശിർക്കാണ്, മഹാപാതകമാണ്, കുറ്റമാണ്. ആരാധനാ സ്വഭാവം ഇല്ലാത്ത സുജൂദ് ചെയ്താലോ കുറ്റല്ല. അതുകൊണ്ടാണല്ലോ മലക്കുകൾ ചെയ്തത്. ചെയ്യാത്ത ഇബ്ലീസിനെ അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി. അപ്പൊ അത് ചെയ്യാതിരിക്കലാ കുറ്റം. ആരാധനാ സ്വഭാവമില്ലാത്ത സുജൂദ് ചെയ്യാതിരിക്കലാ കുറ്റം. ചെയ്യാതിരുന്നാൽ സ്വർഗത്തുനിന്ന് പോരേണ്ടി വരും. ഇബ്ലീസ് പോരേണ്ടി വന്നല്ലോ. ഈ സുജൂദില് ഇബാദത്തിന്റെ കൂട്ടത്തില്, ആരാധനകളുടെ കൂട്ടത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സുജൂദിൽ സഹോദരങ്ങളെ, ആരാധനാ സ്വഭാവം ഉള്ളതും ഇല്ലാത്തതുമായി 2 എണ്ണം ഉണ്ടെങ്കിൽ പ്രാർത്ഥനയിലും എന്താ അങ്ങനെ 2 എണ്ണം ഉണ്ടായാല്? 2 തരം പ്രാർത്ഥന. ഒന്ന് ആരാധനാ സ്വഭാവം ഉള്ള പ്രാർത്ഥന, മറ്റൊന്ന് ആരാധനാ സ്വഭാവം ഇല്ലാത്ത പ്രാർത്ഥന. ആരാധനാ സ്വഭാവം ഉള്ള പ്രാർത്ഥന മുഹയ്യിദ്ദീൻ ശൈഖിനോട് പറ്റില്ല, അത് അള്ളാഹുവിനോട് മാത്രം.
ആരാധനാ സ്വഭാവം ഇല്ലാത്ത പ്രാർത്ഥന, സഹായാർത്ഥന, അത് മുഹ്യിദ്ദീൻ ശൈഖിനോടാകാം, മഹാത്മാക്കളോടാകാം. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ സമുദായത്തിൽ ഇന്ന് വരെ സലഫ് സാലികളായ ആളുകൾ ആരും അങ്ങനെ ഒരു വാദം പഠിപ്പിച്ചു തന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തായ പ്രാർത്ഥന, ഇബാദത്തായ ദുആ അല്ലാഹുവിനോടും ഇബാദത്തല്ലാത്ത ദുആ ബദരീങ്ങളോടും പൂർവികരായ അമ്പിയാക്കന്മാരോടും നടത്തിയതായി ഒരു തെളിവുണ്ടോ? ഇങ്ങനെ ഇബാദത്തിനെ രണ്ട് രൂപത്തിലേക്ക് മാറ്റാൻ പ്രാർത്ഥനയുടെ വിഷയം മാത്രം തെളിവാക്കണ്ടെന്നാ ഞങ്ങൾ ചോദിക്കട്ടെ. നിസ്കാരം അള്ളാഹ്ക്ക് മാത്രമുള്ള ഇബാദത്ത്, അള്ളാഹുവിന് പുറമെ ഇബാദത്തിന്റെ പരിധിയിൽ പെടാത്തൊരു നിസ്കാരം, അത് ബദരീങ്ങൾക്ക് ആയിക്കോട്ടെ. നോമ്പ് അള്ളാഹു താലക്ക് മാത്രമുള്ള ഇബാദത്ത്, അതേ നോമ്പ് തന്നെ ഇബാദത്തിന്റെ പരിധിയിൽ പെടാത്തൊരു നോമ്പ്, അത് എന്ത് ചെയ്യാം? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലാകാൻ പറ്റുമോ? ഇങ്ങനെ കൊണ്ടായ ഉപ്പ് വെള്ളത്തിലിട്ട പോലെ ഇസ്ലാം ദീൻ ഉണ്ടാവോ? അപ്പൊ പ്രിയപ്പെട്ടവരെ, ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ ഹദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും എന്ന് മഹാന്മാരായ സ്വഹാബത്തിന്റെ മക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം എത്ര വ്യക്തമാണ്, എത്ര വ്യക്തമാ. പൂർവികരായ സലഫ് സ്വാലികള് കേൾക്കാത്ത പുത്തൻ വാദവുമായി സമൂഹത്തിൽ ഒരു വിഭാഗം വരാനുണ്ട് എന്നത് സഹോദരങ്ങളെ നമ്മളിലേക്ക് ഓതേണ്ട ഹദീസല്ല, ലമീർ സ്വന്തം നെഞ്ചിലേക്കാണ് മടങ്ങുന്നത്. അതിന്റെ ലക്ഷണങ്ങളൊക്കെ മറ്റു റിപ്പോർട്ടുകൾ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് യോജിക്കുക. അപ്പോ ഇവിടെ വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിന്റെ മുമ്പിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്ത് ഉപയോഗിച്ചുകൊണ്ട് പൂർവികർ ധന്യമാക്കിയ പാത, ആ പാതയില് ഏറ്റവും അടിസ്ഥാനപരമായ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമെന്ന, പ്രാർത്ഥന അള്ളാഹു തആലക്ക് മാത്രമല്ല, ദുആ കർഹൻ അള്ളാഹു തആല മാത്രമെന്ന ഇസ്ലാമിന്റെ സിദ്ധാന്തത്തെ സമൂഹത്തില് യഥാർത്ഥത്തിൽ വികലവൽക്കരിച്ചത് നിങ്ങളാണ്. അതുകൊണ്ടാണ് വഴിപിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന ഹാഷിം നഈമി എന്ന ഈ മനുഷ്യൻ എഴുതിയ ഈ പുസ്തകം ഉണ്ടല്ലോ, ഇത് പിന്നെ കീലത്ത് മുഹമ്മദ് മാസ്റ്റർ എന്ന കോലം കെട്ട വ്യക്തിയാണ് ഇതിന് അവതാരിക എഴുതി കൊടുത്തിട്ടുള്ളത്. ഈ കീലത്തിന്റെ അവതാരികയിലൂടെ എഴുതപ്പെട്ട ഈ പിന്നെ വഴിപിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന പുസ്തകത്തില് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന, അള്ളാഹുവിന് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ തെര്യപ്പെടുത്തിയതാ. തെളിവ് ചോദിച്ചിട്ട് അങ്ങനെ പ്രാർത്ഥന അള്ളാഹുവിന്റെ മാത്രം എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് എവിടെയാണ് പറഞ്ഞത്? ഇബ്ലീസിന്റെ പേരിൽ പോലും നോണ. ഇബ്ലീസ് തന്നെ അത്ഭുതപ്പെടുക, എന്റെ പേരിൽ ഇത്രമാത്രം വലിയ നോണ, ഞാനാണ് ഏറ്റവും വലിയ നോണയൻ. ഈ രൂപത്തിലുള്ള തെറ്റിദ്ധാരണകളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങള് സമൂഹത്തില് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് മേഖലകളിലും എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, നമ്മെ പരിപൂർണമായും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവായ പടച്ചു തമ്പുരാൻ, ആ പടച്ചു തമ്പുരാന് മാത്രമേ നമ്മള് കൃത്യമായി കൊണ്ട് ജീവിതത്തില് ദുആ ചെയ്യാൻ പാടുള്ളൂ. റബ്ബിന് മാത്രമേ നമ്മൾ ഇബാദത്തിന് എല്ലാ വശങ്ങളും നൽകാൻ പാടുള്ളൂ. പക്ഷേ ഇന്ന് മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ പേരിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, സിദ്ദീഖുകളുടെ ശുഹദാക്കളുടെ പേരിൽ, അതുപോലെ തന്നെ സ്വാലിഹീങ്ങളും അല്ലാത്തവരുടെയും ഒക്കെ പേരിൽ, ഊരും പേരും അറിയാത്തവരുടെ പേരിൽ, മനുഷ്യനാണോ മൃഗമാണോ എന്നറിയാത്തവരുടെ പേരിൽ ഒക്കെ കബറുകൾ കെട്ടിപ്പൊക്കി അവിടെ വരുമാന മാർഗമുണ്ടാക്കി ഈ സമുദായത്തെ ചൂഷണം ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തില് സ്വാലിഹീങ്ങളുടെ പാരമ്പര്യത്തിലല്ല. മഹാന്മാരായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള ആളുകളുടെ പേരിൽ മദ്ഹബി പക്ഷപാതിത്വം കയറി ഞങ്ങൾ മദ്ഹബിന്റെ ആൾക്കാരാണ് എന്ന് പറയുകയും മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങള് അവരുടെ ആ കിതാബിലുള്ള വിഷയങ്ങൾ പോലും സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാതെ ശിർക്ക് ചെയ്ത് ഖബറുകൾ കെട്ടിപ്പൊക്കി ഇന്ന് മുസ്ലിം സമുദായത്തില് ജാറ വരുമാനം കൊണ്ടു നടക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഈ വിഷയത്തിൽ പറഞ്ഞത് എന്താണെന്നാണ്. ഇനി നോക്കൂ നിങ്ങൾ, രണ്ടാമതായി ഇമാം ഷാഫി ജാറം കെട്ടുന്ന കാര്യത്തിൽ എന്ത് നയമാണ് സ്വീകരിച്ചത്? മുജാഹിദുകൾ പറയുന്നു ജാറം കെട്ടാൻ പാടില്ല, അത് ബഹുദൈവാരാധനയാണ്, അപകടമാണ്, മുജാഹിദുകൾ പറയുന്നു. എന്നാൽ ഇമാം ഷാഫിയെ തഖ്ലീദ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പറയുന്ന ആളുകളോ അവര് ജാറം കെട്ടുന്നു. അപ്പൊ ആളുകളുടെ ധാരണ ഇതൊക്കെ ഷാഫി ഇമാം പറഞ്ഞു കൊടുത്തതാണല്ലോ, ഷാഫി ഇമാം പറഞ്ഞു കൊടുത്തതാണ് ജാറം കെട്ടാൻ. എന്നാൽ ഇമാം ഷാഫി എന്ത് പറഞ്ഞു? അദ്ദേഹം പറയുന്നു, ഇന്നമാ ഉഹിബ്ബു അൻ യുശ്ഖസ അലാ വജ്ഹിൽ അർളി ശിബ്റൻ ഔ നഹ്വഹു. ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ഖബർ ഭൂമിയിൽ നിന്ന് ഒരു ചാൺ ഉയർത്താനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. വഉഹിബ്ബു അല്ലാ യുബ്നാ വലാ യുജസ്സസ. അത് കുമ്മായമിടുന്നതും അത് കെട്ടിപ്പൊക്കുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വഉഹിബ്ബു അല്ലാ യുബ്നാ. അത് എടുക്കാതിരിക്കലിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, കെട്ടിപ്പൊക്കാൻ പാടില്ല. വലമ്മറ ഖുബൂറൽ മുഹാജിരീന വൽ അൻസാരി മുജസ്സസ. അൻസാരികളുടെയും മുഹാജിറുകളുടെയും ഖബറുകൾ കുമ്മായമിട്ടതായി ഞാൻ കണ്ടിട്ടില്ല.
അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാൻ തുബനൽ ഖുബൂർ, റസൂലുള്ള ജാരം കെട്ടിപ്പൊക്കുന്നതിനെ തടഞ്ഞിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട്. വഖദ് റഅയ്തു മിനൽ ഉനാതി മൻ യഹ്ദിമു ബിമക്കാ മാ യുബ്നാ ഫീഹാ, മക്കായിലെ ഭരണാധികാരികൾ അവിടെ കെട്ടിപ്പൊക്കിയ ജാറങ്ങൾ തല്ലി തകർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫലം മറൽ ഫുഖഹാ യഈബൂന ദാലിക, ഒരൊറ്റ പണ്ഡിതനും അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ കോലത്തിൽ ഇമാം ഷാഫി പറഞ്ഞിട്ട് ഞങ്ങളുടെ ഷാഫി ഇമാമിന്റെ വാക്കാണ്, മൂപ്പരെ തക്ലീദ് ചെയ്ത് പോവുകയാണ് ഞങ്ങൾക്ക് ഇമാം ഷാഫി ഉണ്ട് എന്നും പറഞ്ഞ് നടക്കുന്ന ആളുകൾ നാളെ മഹ്ശറിൽ വന്ന് എന്തായിരിക്കും അവസ്ഥ അറിയോ? മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഹശ്റിന്റെ മൈതാനിയിൽ വരുമ്പോൾ ഈ ശിർക്കിന്റെ വാഹകരായ ആളുകളെ അടുപ്പിക്കില്ല എന്നതിൽ ആരും സംശയിക്കേണ്ടതില്ല. കിതാബ് തിരിയുന്ന ഇമാം ഷാഫിയുടെ തിരിയുന്ന, അറബി വായിക്കാൻ അറിയുന്ന, പള്ളി ദർസിൽ നിന്ന് ഇവിടെയുള്ള നിഷ്കളങ്കതയുടെ നിറകുടങ്ങളായ സാധാരണക്കാർ ചെലവ് നൽകി ഓതിപ്പടിച്ച മുത്തല്ലിമുകൾക്ക്, അറബി ഭാഷ അറിയുന്ന ആളുകൾക്ക് ഇമാം ഷാഫിയുടെ എന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഈ യാഥാർത്ഥ്യം കാണാൻ കഴിയും. കണ്ടോ? അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ദീന് മനസ്സിലാക്കിയ മഹാരഥന്മാരായ സ്വഹാബത്തിന്റെ പാതയെ അവലംബിച്ചുകൊണ്ട് സമൂഹത്തിന് കൃത്യമായി ഇസ്ലാമിന്റെ വെളിച്ചം പകർന്നു കൊടുത്ത മഹാരഥന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ, ആ മഹാന്മാരായ ഇമാമുകൾ അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ അത് മദ്ഹബിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ സ്വീകരിക്കുന്നില്ല. ഷാഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് അവരുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും അവർ ചിട്ടപ്പെടുത്തിയാൽ തർക്കത്തിലിരിക്കുന്ന 99% വിഷയങ്ങൾക്കും പരിഹാരമായി. പിന്നെ ബാക്കി ചില്ലറ കാര്യങ്ങൾ അത് ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ? ഖുർആനിന്റെ ആയത്തോതിക്കൊണ്ട് തർക്കങ്ങളെ പ്രമാണങ്ങളിലേക്ക് മടക്കുക, അതാണ് മടക്കിയാൽ വിഷയം ക്ലിയറായി. പക്ഷേ ഷാഫി ഇമാമിന്റെ പേരിലും മഹാന്മാരെ ഇമാമികളുടെ പേരിലും മദ്ഹബ് വേർതിരിച്ച് യഥാർത്ഥത്തിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കി എന്നതല്ലാതെ എല്ലാ മദ്ഹബിന്റെ ആശയങ്ങളും വിട്ട് സ്വന്തം ഇച്ഛക്കനുസരിച്ച്, നാട്ടാചാരങ്ങൾക്കനുസരിച്ച്, താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ അന്ധവിശ്വാസങ്ങളെ ഊടുംപാവ് നൽകി സംരക്ഷിച്ചു വരുന്ന പുരോഹിതന്മാർ പച്ചയായ ശിർക്കിലേക്ക് ഈ സമുദായത്തെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ ശിർക്ക് വരുന്ന എല്ലാ വഴികളെയും മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി പഠിപ്പിച്ചു കൊടുക്കും. ആ വഴിയുടെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ ചൂഷണ കേന്ദ്രങ്ങളിൽ ഇന്ന് മുസ്ലിം സമുദായത്തിലെ പല ആളുകളും പോയി അവരുടെ വിശ്വാസം നശിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ അവിടെ പോകരുത്, അത് നമ്മുടെ വിശ്വാസം തകർന്നു പോകുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനസികമായ ശാരീരികമായ എന്തെങ്കിലും വിഭ്രാന്തികളോ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പോലെ റബ്ബിൽ തവക്കുലാക്കണം, അവനോട് പ്രാർത്ഥിക്കണം, ഹലാലായ രൂപത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ചികിത്സ നിങ്ങൾ നിർവഹിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഹോസ്പിറ്റലുകളിലേക്ക് ആളുകൾ പോകുന്ന സംവിധാനമുണ്ടായത്. പക്ഷേ ഇന്നും പ്രബോധന മേഖലയിൽ അടിസ്ഥാനപരമായി പറയേണ്ടി വന്ന ഒരു വിഷയമുണ്ട്. അതേതാണ് ഇന്ന് മുസ്ലിം സമുദായത്തിലെ ആളുകൾ പൈശാചിക രോഗങ്ങളിലൂടെ ശമനത്തിന് വേണ്ടി കണ്ണേറ് ബാധിച്ച്, സിഹിർ ബാധിച്ച് അപസ്മാരങ്ങൾ ഉണ്ടായി, അതുപോലെ തന്നെ മറ്റു പൈശാചികമായ അവശതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായി ഒരുപാട് ഡോക്ടറെ കാണിച്ചിട്ടും പല വൈദ്യന്മാരെ കാണിച്ചിട്ടും ആ ബുദ്ധിമുട്ട് മാറാതെയാകുമ്പോൾ, ഭേദമാകാതെ ഇരിക്കുമ്പോൾ അവർ നേരെ എന്ത് ചെയ്യും? ജ്യോത്സ്യന്മാരുടെ, പണിക്കന്മാരുടെ, ഈ സാഹിറന്മാരുടെ അരികിൽ ചെല്ലും. എന്നിട്ട് അവിടെ നിന്ന് ഉറുക്ക്, ഏലസ്, ഐക്കല്ല്, മന്ത്രിച്ചൂതിയ പൈശാചികമായ തകിടുകൾ ഇതെല്ലാം വാങ്ങി ബന്ധിച്ച് താൽക്കാലിക ആശ്വാസം കൊണ്ട് ശിർക്ക് ചെയ്ത് ജീവിക്കുകയാണ്. അതുകൊണ്ട് ആ ചെയ്യുന്ന അന്ധവിശ്വാസം, ശിർക്കിലേക്ക് പോയ വിശ്വാസം, അത് നമ്മൾ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ജിന്ന് ബാധയുണ്ട്, സിഹറുണ്ട്, കണ്ണേറുണ്ട്, അതുപോലെ തന്നെ പിശാച് അവശതയും രോഗങ്ങളും അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വിവിധ സംവിധാനത്തിന്റെ ഭാഗമായി, വിവിധ രൂപത്തിലൂടെയുള്ള പരീക്ഷണത്തിന്റെ ഭാഗമായി പൈശാചിക രോഗം മൂലം അവശതകളും വേദനകളും പ്രയാസങ്ങളും ഉണ്ടാകും. ഇതുണ്ടാകുമ്പോൾ ശിർക്ക് ചെയ്ത് നരകത്തിന്റെ വഴി തെരഞ്ഞെടുക്കുന്നതിന് പകരം ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ആത്മീയ ചികിത്സയിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. എന്താണ് ഇസ്ലാമിന്റെ ആത്മീയ ചികിത്സ? വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള സ്വഹിയായ പ്രാർത്ഥനകളും അള്ളാഹുവിന്റെ ഉന്നതമായ നാമങ്ങളും വെച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാൻ കഴിയാതെ തളർന്നു കിടക്കുന്ന രോഗികളുണ്ടോ
അവരുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ മുബാഷിറായി ഇരുന്നു കൊണ്ടോ നല്ല തഖ്വയുള്ള ശിർക്ക് ചെയ്യാത്ത ഹറാമിൽ കരനാത്ത ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്ന ഇബാദത്തുകൾ കൃത്യമായി അനുഷ്ഠിക്കുന്ന നല്ല ഒരു പണ്ഡിതൻ വീട്ടിലുണ്ടെങ്കിൽ തഖ്വയുള്ള ഒരാളുണ്ടെങ്കിൽ നമ്മൾ ആ രോഗികൾക്ക് ആയത്തുകൾ ഓതി മന്ത്രിച്ചു കൊടുക്കുക, ഉമിനീര് കലർത്തി തുപ്പിക്കൊടുക്കുക. അങ്ങനെ പിശാച് ശരീരത്തിലുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഹാജറാകും, പ്രയാസമുണ്ടാക്കും, പരാക്രമങ്ങൾ ഉണ്ടാകും. ആ പരാക്രമം ഉണ്ടാകുമ്പോൾ ഉഖ്രിജ് അദുവല്ലാ, അള്ളാഹുവിന്റെ ശത്രു നീ പുറത്തു പോകണമെന്ന് പറയണം. അതുപോലെ തന്നെ ആദംസന്ധികളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുവാൻ അർഹതയില്ല, അള്ളാഹു ഹറാമാക്കിയതാണ് എന്ന് കൃത്യമായി വയല് നടത്തണം. അംറു ബിൽ മഅറൂഫ് വനഹ്യി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. കൃത്യമായി പണ്ഡിതന്മാര് പഠിപ്പിച്ചു. ഹദീസിന്റെ വെളിച്ചത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മഹാന്മാരായ സ്വഹാബത്തും താബിഈങ്ങളും തബഅത്താബിഈങ്ങളും കഴിഞ്ഞുപോയ സലഫു സ്വാലികളുടെ പാത ധന്യമാക്കിയവരും ഇന്നും ആ പാത നെഞ്ചിലേറ്റുന്നവരും കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ച ആത്മീയ ചികിത്സയെ അംഗീകരിക്കുന്നു. അത് ഹറാമോ ഖുറാഫാത്തോ അതുപോലെ തന്നെ നവയാഥാസ്ഥികമോ ആയി കണ്ടില്ല. അങ്ങനെ നവയാഥാസ്ഥികമായി കാണാത്തത് കൊണ്ടാണ് ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ സ്ഥാപകന്മാരിൽപ്പെട്ട KM മൗലവി അദ്ദേഹം എഴുതിയിട്ടുള്ള ഫത്വകൾ മടവൂർ വിഭാഗം പോലും യുവതാ പ്രസിദ്ധീകരണത്തിലൂടെ അടിച്ചുവിടുന്നുണ്ട്. ഇതിന്റെ 18ാമത്തെ പേജ് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു കേൾപ്പിക്കാം, കേട്ടോളൂ. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നുസ്രത്തിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. അത് പിശാചിന്റെ പ്രവൃത്തിയിൽപ്പെട്ടതാണെന്ന് അവിടെ നിന്ന് മറുപടി പറഞ്ഞു. നുസ്രത്ത് എന്ന് വെച്ചാൽ മാരണമോ പിശാച് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്നവരെ സുഖപ്പെടുത്തുവാനുള്ളതും മന്ത്രം ഉൾപ്പെട്ടതുമായ ഒരു വക ചികിത്സയാകുന്നു. എന്നിട്ട് അതിനെപ്പറ്റി പറയണം, അത് പിശാചിന്റെ വഴിയിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതിന്റെ സാരം അത് അജ്ഞാത കാലക്കാർ ചികിത്സ ചെയ്തു വരികയും അവർ വിശ്വസിച്ചു വരികയും ചെയ്തിട്ടുള്ളവയിൽ പെട്ടതാണ് എന്നതാകുന്നു. അപ്പൊ അത് നമുക്ക് പറ്റൂല. എന്നാൽ കേട്ടോളൂ, എന്നാൽ ഖുർആനിലെ ആയത്തുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ എന്നിവ കൊണ്ട് മേൽ പറഞ്ഞ അവസരങ്ങളിൽ മാരണമോ പിശാച് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരങ്ങളിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് ദോഷമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പൈശാചിക ബാധ ഒരു മുവഹിദായ മനുഷ്യനുണ്ടായാൽ, ഒരു ഖുർആൻ സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന ഒരു സാലിഹ്യനുണ്ടായാൽ, ശൈത്താൻ റസൂലുള്ളാഹിന്റെ കാലത്ത് മാത്രമല്ലല്ലോ, പിശാച് ശരീരത്തിൽ പ്രവേശിക്കൽ നബിന്റെ കാലത്ത് മാത്രമാണെങ്കിൽ അത് റസൂൽ ഖാസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ പിശാച് ബാധകൾ വരെ തിരിച്ചറിയുവാനും ചികിത്സിക്കുവാനും അധികാരമുള്ളൂ എന്ന് പറയാം. പക്ഷേ ആ ഒരു വിഡ്ഢിത്തം സ്വഹാബത്താരും പറഞ്ഞിട്ടില്ല, സലഫു സ്വാലികളാരും പഠിപ്പിച്ചിട്ടുമില്ല. എന്നാൽ അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഒരു മുവഹിദ് അങ്ങനെ ഉണ്ടായാൽ അവൻ എങ്ങോട്ട് പോകണം? അവൻ ഖുറാഫാത്തിലേക്ക് പോണോ? ഷിർക്കിലേക്ക് പോണോ? അങ്ങനെയുള്ള നല്ല നല്ല മുജാഹിദ് പ്രവർത്തകർക്ക് അത്തരത്തിൽ അവശതകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ദിക്ർ ദുആകൾ പഠിപ്പിച്ചു കൊടുക്കണം. അവൻ ഈമാനിൽ വളരാൻ പറയണം. അതിനവന് സാധിക്കാത്തൊരവസ്ഥയുണ്ടെങ്കിൽ വീട്ടിൽ തഖ്വയുള്ള ആളുകൾ ചെയ്തു കൊടുക്കണം. അതിനും സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടെങ്കിൽ കൃത്യമായി ഇത് പഠിച്ച പണ്ഡിതന്മാർ ആ മന്ത്രം ഉരുവിട്ട് അവർ ആ ബുദ്ധിമുട്ടിൽ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ശിഫയാക്കണം. അത് ഖുറാഫാത്തല്ല. അങ്ങനെയുള്ള പണ്ഡിതന്റെ അടുക്കലേക്ക് ഒരാളെ വിട്ടാൽ അതിന് ഖുറാഫാത്തും അന്ധവിശ്വാസവും എന്ന് പറഞ്ഞിട്ട് അത് ഇതിന്റെ മറവിൽ നടന്ന ചൂഷകന്മാരുടെ അതേ പാളയത്തിൽ കൊണ്ടുപോയി കെട്ടുക എന്നത് നെറികേടാണ്, വൃത്തികെട്ട സംസ്കാരമാണ്. മാത്രമല്ല ഇന്ന് ചില കാര്യലാഭങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചില രോഗികളെ തൗഹീദുള്ള ചികിത്സാരികളുടെ അടുക്കലേക്ക് വിട്ടതിന്റെ പേരിൽ പരാമർശിക്കുന്നവരും പരിഹസിക്കുന്നവരും സ്വന്തം കുടുംബത്തിലും അനുയായികളിലും ഇത്തരത്തിൽ ബുദ്ധിമുട്ട് വന്നപ്പോൾ അതുപോലെ ജിന്നുബാധയേറ്റ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ അടുക്കലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ചോദിച്ചാൽ 3/4 മണിക്കൂറും 1 മണിക്കൂറും മറുപടി പറഞ്ഞ് തലചുറ്റി മൂക്ക് പിടിച്ച് രക്ഷപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. സത്യം പോലെ പറഞ്ഞു കൊടുക്കുവാൻ മടി കാണിക്കാതെ ദീനിനെ മനസ്സിലാക്കുവാൻ ഈ ജനങ്ങൾക്ക് അവസരമുണ്ടാക്കണം. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. പക്ഷേ സഹോദരങ്ങള്, ഈ ജിന്നും പിശാചും സിഹറുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള വിശ്വാസങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നപ്പോൾ നമ്മുടെ ശിർക്കിന്റെ പൂജകന്മാർ രംഗത്ത് വരികയും അവര് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനവധി യുക്തിവാദങ്ങളും അതുപോലെ ശിർക്കിന്റെ പുതിയ വാദങ്ങളും ആദ്യ കാലഘട്ടത്തിലെ മുസ്ലിയാക്കന്മാരെക്കാൾ കൂടുതൽ തെളിമയോടുകൂടി അവര് രംഗത്ത് കൊണ്ടുവന്നു. പഴയ കാലത്തുള്ള മുസ്ലിയാക്കന്മാര്
ദുർവ്യാഖ്യാനത്തില് വളരെ കുറച്ച് മാത്രമേ കഴിവുള്ളവരായിരുന്നുള്ളൂ. കാലഘട്ടം പുരോഗമിച്ചതിനനുസരിച്ച് ഇപ്പോഴത്തെ സഖാഫികളും അസ്ലിമാരും അവരുടെ സ്ഥാപനങ്ങളിൽ ഇരുന്ന് ആധുനിക ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഇസ്ലാമിനെ നശിപ്പിക്കാം, ഈ സമുദായത്തിൽ ശിർക്ക് അരക്കെട്ടുറപ്പിക്കാം എന്ന് ചിന്തിക്കാൻ. അതിന്റെ ഭാഗമായി ഹമീദ് വൈസി അമ്പലക്കടവിനെ പോലെയുള്ള ഖുബൂരി പുരോഹിതന്മാർ പ്രാർത്ഥനകളുടെ നിർവചനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു വിളി എപ്പോഴാണ് പ്രാർത്ഥനയാകുക എന്ന് ചോദിച്ചുകൊണ്ട് ചില യുക്തിവാദങ്ങളും കുസൃതി ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് നമുക്കറിയാം 2007 ഒരു ലേഖനം സത്യധാരയിൽ എഴുതി. ആ ലേഖനത്തെ ശക്തമായി വിമർശിച്ചുകൊണ്ട് അന്ധവിശ്വാസത്തിന്റെ മുനയൊടിച്ചുകൊണ്ട് ആ കുസൃതി ചോദ്യങ്ങൾക്കും യുക്തിവാദങ്ങൾക്കും പ്രമാണവിരുദ്ധമായ ദുർബലമായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വാദിച്ച വാദങ്ങൾക്കും വ്യക്തമായി ഇസ്ലാഹിന്റെ അക്ഷരശബ്ദം അഥവാ തൗഹീദിന്റെ അക്ഷരശബ്ദം എന്ന ഇസ്ലാഹ് മാസികയിലൂടെ ലേഖനം എഴുതി. അന്ന് മുതൽ മുസ്ലിയാക്കന്മാര് മടവൂരികളുടെ പിൻബലത്തോടുകൂടി അതെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് മുജാഹിദുകളുടെ അവരുടെ തൗഹീദിന് അവർ കണ്ട നിർവചനം പഴയതിൽ നിന്ന് മാറ്റി. കാരണം എന്താ, അവർക്ക് ഞങ്ങൾ പറഞ്ഞ ഈ ജിന്ന് ചികിത്സ, പിശാചി ചികിത്സ, ഖുറാഫാത്തിലേക്കൊക്കെ വരണം. അപ്പൊ അതിന് അവർ ജിന്നിന്റെ വിഷയത്തിൽ പുതിയ പുതിയ വാദങ്ങൾ കണ്ടുകൊണ്ട് തൗഹീദിന്റെ നിർവചനം തന്നെ മാറ്റി എന്ന് പറഞ്ഞ് നാട് നീളെ കുറെ കാലം പറഞ്ഞു നടന്നു. മടവൂരികളും പറഞ്ഞു നടന്നു. അങ്ങനെയാണ് സഹോദരങ്ങള് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ആശയക്കുഴപ്പം പുരോഹിതന്മാരും അതുപോലെ ആദർശവൈരികളും സൃഷ്ടിച്ചെടുത്തത്, അംഗീകരിച്ചുകൊണ്ട് ചില ആളുകൾ മെനഞ്ഞുണ്ടാക്കിയത്. അതിന്റെ ഭാഗമാണ് നമുക്ക് തൗഹീദിൽ തകരാറ് സംഭവിച്ചു എന്ന് മുസ്ലിയാക്കന്മാർ പറയാൻ കാരണം. കേരളത്തിലെ ഏറ്റവും വലിയ ഷിർക്കിന്റെ ഡീലറായ ഖുർആൻ പച്ചക്ക് ദുർവ്യാഖ്യാനം ചെയ്ത് ഷിർക്ക് പ്രചരിപ്പിക്കുന്ന നൗഷാദ് ഹസനി എന്ന മുസ്ലിയാർ പറയുന്ന വാദം നിങ്ങളൊന്ന് കേട്ടോളൂ. സമയത്ത് മുജാഹിദിന്റെ തൗഹീദ് ആകെ ഇനി പറയാൻ ഡിക്ഷണറിയിൽ വാക്കുകളില്ലാത്ത രൂപത്തിൽ തകർന്നിരിക്കുന്നു. കാരണം അവരെന്നെ ഉണ്ടാക്കിയതാണ് ഇക്കാലം വരെ. എന്ത് അദൃശ്യ കാര്യങ്ങൾ, മറഞ്ഞ കാര്യങ്ങൾ, ആ സഹായം പാടില്ല. ഇപ്പൊ അവര് തന്നെ അത് പൊളിച്ചു. അപ്പോ മുജാഹിദുകളെ, നിങ്ങളുടെ കാലം അവസാനിച്ചിരിക്കുന്നു. ഇനിയും ഒരുപാട് കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ കഴിയില്ല. കാരണം ഈ തൗഹീദ് ഏതായിരുന്നു? മനുഷ്യന്മാരെ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ ശിർക്കാണെന്ന വാദം, അതുപോലെ മറഞ്ഞ വഴിയിലൂടെ സഹായം തേടിയാൽ അത് ശിർക്കാണെന്ന വാദം, അത് പറഞ്ഞിട്ടാണ് മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കരുത്, മമ്പറത്തങ്ങളെ വിളിക്കരുത്, അത് ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നത്, പുലമ്പിയിരുന്നത് ഇല്ല. ഇനി നിങ്ങൾക്കതിന്റെ അധികാരമില്ല. കാരണം മറഞ്ഞ വഴിയിലൂടെ സഹായം തേടാമെന്നും അത് ശിർക്കല്ല എന്നും നിങ്ങളുടെ ജബ്ബാർ മൗലവിയും സക്കരിയ സ്വലാഹിയും പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെയാണ് ജിന്ന് എന്ന വിഷയം പൂർണ്ണമാകുന്നത്. വിശദീകരിച്ചതിൽ നിന്ന് ഉണ്ടോ? അപ്പോ സഹോദരങ്ങളെ, ഇസ്ലാഹ് മാസികയില് അന്ധവിശ്വാസത്തിന്റെ മുനയൊടിച്ചുകൊണ്ട് ആ മുസ്ലിയാരുടെ യുക്തിവാദങ്ങൾക്ക് വ്യക്തമായി മറുപടി പറഞ്ഞുകൊണ്ട് ഒരു വിളി എപ്പോഴാണ് പ്രാർത്ഥനയാകുക, കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്, കാര്യകാരണ ബന്ധത്തിന് അതീതം എന്ന് പറഞ്ഞാൽ എന്താണ്, യഥാർത്ഥ കൈബന്ധാണ്, ആപേക്ഷിക കൈബന്ധാണ്, ഇതൊക്കെ വിശദീകരിച്ചു കൊടുക്കുക ചെയ്തത്. അങ്ങനെ നിലനിൽക്കേണ്ടി വന്ന എന്തുകൊണ്ടാണ്? പഴയ കാലത്തെ മുസ്ലിയാക്കന്മാരെക്കാൾ കൂടുതൽ കൂർമ്മബുദ്ധിയും യുക്തിവാദങ്ങളും തർക്കങ്ങളും ഈ കാലഘട്ടത്തിലെ മുസ്ലിയാക്കന്മാർ ഉന്നയിച്ചു. അതുകൊണ്ട് പഴയ കാലത്തെ മുജാഹിദുകൾ, നേതാക്കന്മാര്, പണ്ഡിതന്മാര് പഠിപ്പിച്ചു തന്ന അതേ പാത ഉപയോഗിച്ചുകൊണ്ട് തന്നെ പൂർവികരായ ആളുകൾ കൊടുത്ത നിർവചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അതിന്റെ വാദം തകർക്കുക ചെയ്തത്. ഇത് ഇന്നും നില ഉണ്ടായതല്ല. കൃത്യമായി നിങ്ങൾ അടുത്ത ക്ലിപ്പ് ഒന്ന് കേട്ടോളൂ. അപ്പൊ കാര്യങ്ങൾ രണ്ടുണ്ട്. സൃഷ്ടികളുടെ കൈക്ക് നടക്കുന്നതും നടക്കാത്തതും. അതാണ് മനുഷ്യ കൈവിൽ പെട്ടതും മനുഷ്യ കൈവിൽ പെടാത്തതും, മനുഷ്യ കൈവിന് അതീതം മനുഷ്യ കൈവിന് അധീനം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളതും. ഇപ്പൊ ഒരാള് ഒരു പെണ്ണ് പുഴയിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുക, കുട്ടി അങ്ങ് വെള്ളത്തിലേക്ക് പോയി, പെണ്ണിനെ നീന്താൻ ഇറക്കിവിടാ. അവിടെ കരയിൽ നിൽക്കുന്ന അബൂബക്കറെ വിളിച്ചിട്ട് അബൂബക്കറേ എന്റെ കുട്ടിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായമാണ്. അബൂബക്കർ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു, നീന്തിപ്പോയി കുട്ടിയെ കരക്കെത്തിക്കുന്നു. ഇത് കാര്യകാരണ ബന്ധങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരു ബസിന്റെ ബ്രേക്ക് പോയി, നല്ല ഒരു ഇറക്കത്തിൽ ചുരത്തിലാണ്, ഡ്രൈവർ പറഞ്ഞു ബ്രേക്ക് പോയി, എല്ലാവരും പിടിച്ചിരുന്നോളീ. അപ്പൊ ഓരോരുത്തരും അവരവർക്ക് കിട്ടിയ ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കും. ഹിന്ദു സഹോദരന്മാർ ഗുരുവായൂരപ്പനെയും ശ്രീകൃഷ്ണനെയും വിളിക്കും. മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ ബദരീങ്ങളെ, മമ്പർത്തങ്ങളെ എന്ന് വിളിക്കും. ക്രിസ്ത്യാനികൾ കർത്താവായ യേശുവേ എന്ന് വിളിക്കും. മുസ്ലിമീങ്ങളിൽ ചിലർ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ എന്ന് വിളിക്കും. ഇതിൽ ശരിയായ പ്രാർത്ഥന ലോകസൃഷ്ടാവായ അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിച്ചത് മാത്രമാണ്. അങ്ങനെ അവിടെ സഹായിക്കുന്നത് എങ്ങനെയാണ്?
ഒരു കാര്യകാരണ ബന്ധവും നമുക്ക് മനസ്സിലാവില്ല. എങ്ങനെയാണ് അവിടെ സഹായിക്കുന്നത്? എങ്ങനെയെങ്കിലുമൊക്കെ സഹായിക്കുന്നതാണ് ചോദിച്ചാൽ നമ്മളോട് പറയാം. അങ്ങനെ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള സഹായം, അങ്ങനെയും ഒരു സഹായം. അയാൾ ചോദിക്കുകയാണ്, ഇതൊക്കെ ആരുണ്ടാക്കിയതാണ്? കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ സഹായിക്കാം, മനുഷ്യ കൈവിൽപ്പെട്ട സഹായിക്കാം, ഭൗതിക കാര്യങ്ങൾ സഹായിക്കുന്നതൊക്കെ ആരുണ്ടാക്കിയതാ? ആരും ഉണ്ടാക്കിയതല്ല. ഇതൊക്കെ നേരത്തെ എല്ലാവർക്കും കോമൺ സെൻസ് ഉള്ളവർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. മനുഷ്യ കൈവിൽപ്പെട്ട കാര്യങ്ങൾ പരസ്പരം സഹായം തേടാണ്. അബൂജഹലിന് പോലും തർക്കമുണ്ടായിട്ടില്ല. നിങ്ങൾ ഇബ്രാഹിം നബിയെ വിളിച്ച് സഹായം തേടരുത്, ഇസ്മായിൽ നബിയെ വിളിച്ച് സഹായം തേടരുത് എന്ന് പറഞ്ഞപ്പോ അബൂജഹൽ ചോദിച്ചോ, അല്ല മുഹമ്മദേ, നീ നിന്റെ കൂട്ടുകാരൻ അബൂബക്കറിനോട് സഹായം തേടാറില്ലേ? നീ നിന്റെ കൂട്ടുകാരൻ ഉമറുൽ ഫാറൂഖിനോട് പല കാര്യത്തിലും സഹായം തേടാറില്ലേ? അത് തെറ്റാണെങ്കിൽ, അത് തെറ്റല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെയാ തെറ്റാവുകയെന്ന് ആരും അബൂജഹലോ ഉത്ബത്തോ ശൈബത്തോ ചോദിച്ചിട്ടില്ല. അപ്പൊ ഈ ദുർന്യായം ഇവരുണ്ടാക്കിയതാ സുഹൃത്തുക്കളെ. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വ്യക്തമായി കൊണ്ട് മനുഷ്യ കഴിവിന് അതീതം എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ സൃഷ്ടിയാണ്. അതുപോലെ ആ സൃഷ്ടി, ഓരോ സൃഷ്ടികളും ആ സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ അത് ചോദിക്കലാണ് യഥാർത്ഥത്തില് പ്രാർത്ഥന. അത് അള്ളാഹു തആലയോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. പക്ഷേ ഭൂമിയിൽ ജീവിക്കുന്നത് മനുഷ്യർ മനുഷ്യരോടാണ്, അല്ല നാക്കാലിനോടും ജിന്നുകളോടും മലക്കുകളോടും നമ്മൾ ദേവത്തെടുത്തുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മുസ്ലിം പ്രസ്ഥാനത്തിന് പണ്ഡിതന്മാര് പ്രാർത്ഥനയുടെ നിർവചനം എഴുതിയപ്പോ മനുഷ്യ കഴിവിന് അതീതം എന്ന് എഴുതി. അത് സൃഷ്ടി കഴിവിന് അതീതം എന്ന് പറഞ്ഞാലും മനുഷ്യ കഴിവിന് അതീതം എന്ന് പറഞ്ഞാലും തെറ്റില്ല. കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാകും. അതുകൊണ്ടാണ് അത് നിലനിന്ന് പോകുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു കച്ചിത്തുരുമ്പ് എന്ന നിലക്ക് അതിൽ പിടിച്ചുകൊണ്ട് ഇസ്ലാഹ് മാസികയിലെ വ്യാഖ്യാനത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന വാദമാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ ഈ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന തൗഹീദ് സ്ഥാപിച്ച ഈ സക്കരിയ സ്വലാഹി ഉൾപ്പെടെയുള്ള ഇതുപോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഇന്നും നിലനിൽക്കുന്ന പല മുജാഹിദുകളും അള്ളാഹുവിന് പുറമെ ജിന്നിനെയും മലക്കിനെയും പിടിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ അവർ ശിർക്കിലേക്ക് പോയി എന്ന് ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. മടപൂരികളും അതുപോലെ തന്നെ കുബൂരികളും അവരുടെ ഓശാന പാടിക്കൊണ്ടിരിക്കുന്നവരും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത് മുജാഹിദ് പ്രസ്ഥാനത്തെ മൊത്തമായി ഈ അപമാനം പിടികൂടിയത് കൊണ്ട് അങ്ങനെ ഒരു വാദം മുജാഹിദികൾക്കില്ല എന്ന് വ്യക്തമായി പറയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ക്ലിപ്പ് ഞാനിവിടെ കേൾപ്പിക്കും. അതിനു മുമ്പ് 1-2 ക്ലിപ്പുകൾ കൂടെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതേ വ്യാഖ്യാനം അഥവാ മനുഷ്യ കഴിവിന് അതീതം എന്ന് പറഞ്ഞാലും സൃഷ്ടി കഴിവിന് അതീതം എന്ന് പറഞ്ഞാലും രണ്ട് നിലപാടിലും ഒരു കുഴപ്പമില്ല എന്ന് വ്യക്തമായി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയും സലഫി തന്നെ ഒരു ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. വിജനമായ സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ ജിന്ന് സഹായിക്കും എന്ന് വിശ്വസിക്കുന്നത് ശരിയാണോ? മടവൂരികൾ നമ്മളെ സംബന്ധിച്ച് ആദ്യമൊക്കെ നമ്മൾ മനുഷ്യ കഴിവിനപ്പുറം എന്നാണ് പ്രാർത്ഥനയ്ക്ക് നിർവചനം നൽകിയെങ്കിൽ ഈ ജിന്നിന്റെ വിഷയം വന്നതിന് ശേഷം മനുഷ്യ സൃഷ്ടികൾക്കപ്പുറം എന്ന് പറയുന്നുണ്ട്. ഈ വാദം ശരിയാണോ? അവർ ഉന്നയിക്കുന്നതിന് എന്താണ് മറുപടി പറയുക? നമ്മൾ ഉപയോഗിച്ച ഒരു വാചകവും തിരുത്തേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലാണ്. പണ്ടത്തെ പ്രയോഗങ്ങളെക്കാൾ നല്ല ചില പുതിയ പ്രയോഗങ്ങൾ എന്നുള്ള നിലക്ക് ആരെങ്കിലും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. മനുഷ്യ കഴിവിന് അതീതമായ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഒരു സൃഷ്ടിയാണ്. അപ്പോൾ ഒരു മനുഷ്യനോട് അവന്റെ കഴിവിന് അതീതമായ കാര്യങ്ങൾ, ഇതുപോലെ ഏതൊരു സൃഷ്ടിയോടും ആ സൃഷ്ടിയുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്നതുകൊണ്ടുള്ള വിവക്ഷ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ അവരോട് സഹായം ആവശ്യപ്പെടുക, പ്രാർത്ഥിക്കുക എന്നതാണ്. അതാണ് ശിർക്ക്. അപ്പം മുമ്പ് ഉപയോഗിച്ച വാചകങ്ങൾ തിരുത്തേണ്ടതോ അങ്ങനെ തിരുത്തുന്ന ഒരവസ്ഥയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല. നമ്മളൊക്കെ എപ്പോഴും ആ പണ്ട് പറഞ്ഞ അതിനെ പറയാറുള്ളത്. അതിങ്ങനെ ആരെങ്കിലും എഴുതുമ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ ചില ആളുകൾ ഇത്തരം സംശയങ്ങളും ചോദ്യങ്ങളുമായിട്ട് കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കത് തിരുത്തേണ്ട ഒരാവശ്യമല്ല. ഇനിയിപ്പോൾ ഒരാൾ മനുഷ്യ കഴിവിന് അതീതമായ എന്നതിന് പകരം സൃഷ്ടികളുടെ കഴിവിന് അതീതമായ എന്ന് എഴുതിപ്പോയാൽ ആദ്യം പറഞ്ഞത് തെറ്റും രണ്ടാമത്തേത് ശരിയും എന്ന് അതിന് അർത്ഥമില്ല. ഇതുകൊണ്ട് രണ്ടും പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നുമില്ല എന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഒരു വിജനമായ സ്ഥലത്ത് ഒരാൾ ചെന്നുപെട്ടാൽ അവിടെ വല്ല ജിന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ചെന്നിട്ട് നിങ്ങൾ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ, മിൻ ഹൈസു ലാ തറൗനഹും ഇന്നഹു ഹുവ യറാക്കും വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹുന്ന. നിങ്ങൾ നോക്കിയാൽ കാണൂലല്ലോ.
അവ നമ്മളിങ്ങനെ നോക്കിയാൽ കാണുന്ന ആളുകളല്ല അവര്. പിന്നെ ഒരു വിജനമായ സ്ഥലത്ത് ചെന്ന് നമ്മൾ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രയോഗം ഒരാളുമില്ല, ഒരു മനുഷ്യനുമില്ല, വേറെ ഒന്നുമില്ല, ആരും കാണാത്തൊരു സന്ദർഭത്തിൽ ഒരു ബേജാറാകുന്ന ഘട്ടത്തിൽ ഒരാൾ മണ്ടിയേരിയോ എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഇവിടെ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ മണ്ടിയേരിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വരിക, അപ്പോൾ അയാൾക്ക് ഒരു അപകടം വരികയാണ്. ആ സന്ദർഭത്തിൽ ഇങ്ങനെ വിളിച്ചാൽ അത് മലക്കിനെയാണ്, ഔലിയാക്കന്മാരെയാണ്, മരിച്ചോലെയാണ്, ജിന്നിനെയാണ്, ഷെയ്ത്താനെയാണ്, കുടുംബക്കാരെയാണ്, വാപ്പാനെയാണ്, ഉമ്മാനെയാണ്, ഇങ്ങനെ പലതും പലർക്കും വിചാരിക്കാം. ഈ വിളിച്ച ആളോ ആരാണ് എൻ്റെ വിളി കേൾക്കുന്നതും എന്നെ സഹായിക്കാൻ കഴിയുന്നതുമായിട്ടുള്ളത്, അവരെ സഹായം എനിക്ക് കിട്ടട്ടെ എന്നേ നേർക്ക് നേരെ അതിന് അർത്ഥമുള്ളൂ. സഹായം മനുഷ്യന് മലക്കുകളിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട്. ഹഫലത്തിന്റെ സഹായം മനുഷ്യന് കിട്ടുന്നുണ്ട്. അത് ഹഫലത്തിനെ വിളിച്ചിങ്ങാണ്ട് എന്നെ സഹായിക്കുമോ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കും, സഹായം ചോദിക്കും ചെയ്തിട്ടല്ല അത് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളുകളോട് വന്നഹൂക്കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബി റിജാലിൻ മിനൽ ജിന്നി, ആ പറഞ്ഞ രീതിയിലേക്ക് പോകാനൊട്ട് പാടില്ല. മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളോട് അഭയം തേടാറുണ്ടായിരുന്നു, രക്ഷ തേടാറുണ്ടായിരുന്നു. ഫസാദൂഹും റഹഖ, അത് ഖുർആൻ എടുത്ത് വിമർശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാനും പാടില്ല. എന്നാൽ ഈ വിളിക്കുന്നത് ഇത് വല്ല ജിന്നും ഉണ്ടെങ്കിൽ ആ ജിന്ന് സഹായിക്കട്ടെ എന്നുള്ള നിലക്ക് ജിന്നിനോടാണ്. അങ്ങനെ നിയ്യത്ത് വെക്കാനൊക്കെ ആർക്കെങ്കിലും ഒഴിവുണ്ടാകുമോ? ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പേടിയാണ് നേരത്ത് ജിന്നിനെ നിയ്യത്ത് വെച്ചിട്ട് ജിന്നിന്റെ സഹായം കിട്ടാൻ. അപ്പൊ അതൊക്കെ കുറച്ച് അതിശയോക്തിപരമായ പ്രയോഗങ്ങളും വ്യാഖ്യാനങ്ങളുമാണ്. ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസിദ്ധീകരണത്തിൽ പിന്നീട് തിരുത്തിയിട്ടുമുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനം ആദ്യം പറഞ്ഞ വാദവും ഇപ്പോൾ ഖുബൂരികള് പുതിയ തർക്ക ചോദ്യങ്ങൾ ഉണ്ടാക്കി ഒരു വിളി എപ്പോഴാണ് പ്രാർത്ഥനയാകുക, ഒരു സഹായം എപ്പോഴാണ് ശിർക്കാകുക എന്ന് തർക്കിച്ച് ചോദിച്ചപ്പോൾ അവിടെ നമ്മൾ സൃഷ്ടികൈവ് എന്ന് ഉപയോഗിച്ചതും രണ്ടും പരസ്പര വൈരുദ്ധ്യമല്ല. അതിലൊക്കെ ഉദ്ദേശിക്കുന്നത് സൃഷ്ടികളുടെ കഴിവിന് അതീതം, അഭൗതികം, അതുപോലെ കാര്യകാരണബന്ധത്തിന് അതീതം എന്നിടത്തൊക്കെ യഥാർത്ഥത്തില് നമ്മൾ ഉപയോഗിച്ചത് ഈ നിർവചനം കൃത്യമാണെന്നാണ്. ഇനി മാത്രല്ല ഈ വിഷയത്തില് നമ്മുടെ സമൂഹത്തില് ഭൗതിക അഭൗതികം വേർതിരിച്ച് എത്രയോ മുമ്പ് ഈ വികലവാദങ്ങൾ പറഞ്ഞു നടന്നവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അനസ് മുസ്ലിയാർ തന്നെ ഈ വിഷയത്തിൽ പറയുന്ന ഒരു ക്ലിപ്പ് നിങ്ങൾ കേട്ടോളൂ. ഒയ്ബിയായ നിനക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ.